ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പുണ്യഭൂമിയായ ശബരിമല കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ഹൃദയമിടിപ്പ്. എന്നാൽ ആ പുണ്യസന്നിധിയിൽ നടന്നത് വിശ്വാസ വഞ്ചനയുടെയും അഴിമതികളുടെയും കൊടും കൊള്ളയാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണത്തിലും അഭിഷേകത്തിനായുള്ള നെയ്യിലും എന്തിനേറെ പറയുന്നു, ആടിയ ശിഷ്ടം നെയ്യിൽ പോലും കൈയിട്ട് വാരിയ ഒരു മാഫിയ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ കണ്ടെത്തലുകൾ ഓരോന്നായി വെളിപ്പെടുമ്പോൾ പല ഉന്നതരുടെയും ഉറക്കം നഷ്ടപ്പെടുകയാണ്. ഇഡി ഈ കള്ളക്കളിക്കാരെ തേടിയിറങ്ങിയപ്പോൾ അവർക്ക് മുന്നിൽ തെളിഞ്ഞത് അതിശക്തമായ ഒരു സംഘടിത തട്ടിപ്പിന്റെ ചിത്രമാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ പുറത്തു വന്ന ഏറ്റവും പുതിയ കണ്ടെത്തലാണ് ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിലെ തട്ടിപ്പ്. അയ്യപ്പസ്വാമിക്ക് അഭിഷേകം ചെയ്ത ശേഷം ലഭിക്കുന്ന നെയ് ഭക്തർക്ക് പ്രസാദമായി നൽകേണ്ടതും ബാക്കിയുള്ളത് സുതാര്യമായി ലേലം ചെയ്യേണ്ടതുമാണ്. എന്നാൽ ഇവിടെ നടന്നത് ലക്ഷ്യങ്ങളുടെ ക്രമക്കേടാണ്. ഈ കേസിൽ മുൻ കീഴ്ശാന്തി സുനിൽ കുമാർ പോറ്റിയെ വിജിലൻസ് പൊക്കിയതോടെയാണ് ഈ തട്ടിപ്പ് സംഘത്തിന്റെ ആദ്യ കണ്ണി പുറത്തായത്. ഭക്തർ പുണ്യമായി കരുതുന്ന നെയ്യിൽ പോലും കൈയിട്ട് വാരിയവർ ആരാണ്? ഇതിന് പിന്നിലെ വലിയ സംഘത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇനി നമുക്ക് ഏറ്റവും വിവാദപരമായ ഭാഗത്തേക്ക് കടക്കാം. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരും പൂട്ടിപ്പോയ നെടുമ്പറമ്പ് ക്രെഡിറ്റ് സിൻഡിക്കേറ്റും തമ്മിലുള്ള ബന്ധമെന്താ? തിരുവല്ലയിലെ ഈ സ്ഥാപനത്തിൽ തന്ത്രി 2.5 കോടി രൂപ നിക്ഷേപിച്ചെന്നാണ് പറയുന്നത്. ഈ സ്ഥാപനം തകർന്നിട്ടും നിക്ഷേപകർ പരാതിയുമായി തെരുവിലിറങ്ങിയിട്ടും തന്ത്രി മാത്രം എന്തുകൊണ്ട് പരാതി നൽകിയില്ല? ഇതാണ് ഇഡിയുടെ പ്രധാന സംശയം. കഴിഞ്ഞ ദിവസം ഈ സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ തന്ത്രിയുടെ നിക്ഷേപത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്ഥാപന ഉടമകൾ നൽകിയ ആ മറുപടി ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകില്ല. അന്വേഷണ സംഘത്തെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ പണം കള്ളപ്പണമാണോ? അത് ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ടതാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇഡി ഇപ്പോൾ തേടുന്നത്. അന്വേഷണം വെറും ശാന്തിമാരിലോ തന്ത്രിയിലോ അവസാനിക്കുന്നില്ല. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇഡിയുടെ നിരീക്ഷണത്തിലാണ്. ഇതിനകം തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ ജയപ്രകാശിന്റെ സ്വത്തുകൾ കണ്ടുകിട്ടിയത് വലിയൊരു നീക്കത്തിന്റെ തുടക്കം മാത്രമാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ശ്രീകുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പല പ്രമുഖരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരെ ഇഡി ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും. ഇതിനിടയിൽ തന്ത്രി കണ്ഠരര് രാജീവർ നൽകിയ ജാമ്യാപേക്ഷയെ പ്രത്യേക അന്വേഷണ സംഘം അതീവ ഗൗരവത്തോടെയാണ് എതിർക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT സമർപ്പിച്ച റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. സ്വർണ്ണക്കൊള്ള നടന്നത് തന്ത്രിയുടെ പൂർണ്ണ അറിവോടെയാണെന്നും അനധികൃത ഇടപാടുകൾക്കായി തന്ത്രി ഒപ്പിട്ട രേഖകൾ തങ്ങളുടെ പക്കലുണ്ടെന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത്. കട്ടിളപ്പാളി, ദ്വാരപാലകപ്പാളി കേസുകളിൽ കുടുങ്ങിയ തന്ത്രിക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ തകിടം മറിക്കുമെന്നും പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. രാഷ്ട്രീയ ബന്ധങ്ങളില്ലാതെ ഇത്രയും വലിയൊരു കൊള്ള ശബരിമലയിൽ നടക്കില്ല. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഈ പേര് വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് വെറുതെയല്ല. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പല തീരുമാനങ്ങളും ദേവസ്വം ബോർഡിലെ നിയമനങ്ങളും ഇപ്പോൾ ഇഡി നിരീക്ഷിക്കുകയാണ്. ജയപ്രകാശ് എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സ്വത്ത് കണ്ടുകിട്ടിയത് ഒരു സൂചന മാത്രമാണ്. സെക്രട്ടേറിയറ്റ് മുതൽ സന്നിധാനം വരെ നീളുന്ന ഒരു അഴിമതി ശൃംഖലയാണ് ഇഡി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഭക്തർ നൽകുന്ന ഓരോ രൂപയും ഭഗവാനുള്ളതാണ്. അവിടെ കൈയിട്ട് വാരുന്നവർ ആരായാലും അവർക്ക് നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. കൊള്ളക്കാരെ പിടികൂടുമെന്ന് കോടതി നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുമോ? ഇനി ഈ കേസിലെ മറ്റൊരു നിർണായക വഴിത്തിരിവ് അടുത്ത ആഴ്ച സംഭവിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. വെറും ഒരു ചോദ്യം ചെയ്യലിൽ ഇത് ഒതുങ്ങുന്നില്ല എന്നാണ് സൂചനകൾ. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി നീങ്ങുന്നത്. സ്വർണത്തിന്റെ അളവിൽ വന്ന കുറവും അത് എങ്ങോട്ട് പോയി എന്നതും സംബന്ധിച്ച് ഇദ്ദേഹത്തിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിക്കാത്ത പക്ഷം അടുത്ത ആഴ്ച തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചനകൾ. എന്നാൽ ഇത്രയേറെ ആവേശത്തോടെ തുടങ്ങിയ ഈ അന്വേഷണങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യം നമ്മൾ ഗൗരവമായി ചോദിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT രൂപീകരിച്ചിട്ട് മാസങ്ങളേറെയായി. സ്വർണ്ണക്കൊള്ളയും നെയ് തട്ടിപ്പും അടക്കം ഡസൻ കണക്കിന് കേസുകൾ അവർക്ക് മുന്നിലുണ്ട്. എന്നിട്ടും എടുത്തു പറയാവുന്ന എന്ത് പുരോഗതിയാണ് ഈ അന്വേഷണത്തിൽ ഉണ്ടായത്? SITക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം അവർ ചെറിയ മീനുകളെ മാത്രം പിടികൂടുകയും വമ്പൻ സ്രാവുകളെ തൊടാൻ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. ഏതാനും ശാന്തിമാരെയും കീഴ്ജീവനക്കാരെയും ചോദ്യം ചെയ്യുന്നതിൽ അന്വേഷണം തളച്ചിട്ടിരിക്കുകയാണ്. തന്ത്രിക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് കോടതിയിൽ പറയുന്ന SIT എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കോ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കോ അന്വേഷണം വ്യാപിക്കാത്തത്? വർഷങ്ങൾക്ക് മുൻപേ ശബരിമലയിലെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ക്രമക്കേടുകൾ സൂചിപ്പിച്ചിരുന്നു. അന്ന് നടപടിയെടുക്കാതെ ഉറക്കം നടിച്ച ഉദ്യോഗസ്ഥർ ഇപ്പോഴും അതേ കസേരകളിൽ ഇരിക്കുന്നുണ്ട്.
അവരെ ചോദ്യം ചെയ്യാൻ SIT മടിക്കുന്നത് എന്തുകൊണ്ടാണ്? EDയുടെ കടന്നുവരവ് SITയുടെ വീഴ്ചകളെയാണ് തുറന്നു കാട്ടുന്നത്. സംസ്ഥാന ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിയാത്ത നിക്ഷേപ വിവരങ്ങളും വിദേശ ബന്ധങ്ങളും ചുരുങ്ങിയ കാലം കൊണ്ട് ED കണ്ടെത്തിയപ്പോൾ SIT എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടി വരും. കോടതിയിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ച സമയം നീട്ടിക്കൊണ്ടു പോകുന്നതല്ലാതെ കേസിന്റെ വിചാരണ വേഗത്തിലാക്കാനോ കൊള്ളയടിക്കപ്പെട്ട സ്വർണവും പണവും തിരിച്ചു പിടിക്കാനോ SIT കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല. അന്വേഷണം നീണ്ടുപോകുന്തോറും തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഏറുകയാണ്. ഭക്തരുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും പ്രഹസനമായി SIT അന്വേഷണം മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ അന്വേഷണത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം മറ്റൊന്നാണ്. വമ്പൻ കൊള്ള നടന്നുവെന്ന് SIT കോടതിയിൽ ആവർത്തിച്ച് പറയുമ്പോഴും ഈ കേസിലെ മുഖ്യപ്രതികൾ ഓരോരുത്തരായി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓരോ തവണയും അന്വേഷണ സംഘം കോടതിയിൽ കടുപ്പമേറിയ വാദങ്ങൾ ഉയർത്തും. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിലോ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിലോ വരുന്ന മെല്ലെപ്പോക്ക് പ്രതികൾക്ക് തുണയാകുന്നു. ഇത്രയും ഗൗരവമേറിയ ഒരു കേസിൽ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടും പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ച തന്നെയല്ലേ? തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ എഴുതി വെക്കുന്ന SIT ആ തെളിവുകൾ കൃത്യസമയത്ത് കോടതിയിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഫലമോ, ഭക്തരുടെ പണം കവർന്നവർ ജയിലിൽ സുഖവാസം കഴിഞ്ഞ് വീണ്ടും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തുകയാണ്. തന്ത്രിയുടെ കാര്യത്തിൽ പോലും SIT സ്വീകരിക്കുന്നത് ഇതേ ഇരട്ടത്താപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോടതിയിൽ ജാമ്യത്തെ എതിർക്കുമ്പോഴും കേസിലെ മറ്റു കണ്ണികളിലേക്ക് അന്വേഷണം നീളാത്തത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കുകയാണ്. സ്വർണ്ണക്കൊള്ള നടന്നത് തന്ത്രിയുടെ അറിവോടെയാണെന്ന് റിപ്പോർട്ട് നൽകിയ SIT എന്തുകൊണ്ടാണ് അത് തെളിയിക്കാൻ ആവശ്യമായ റെയ്ഡുകളോ അറസ്റ്റുകളോ വേഗത്തിലാക്കാത്തത്? പ്രതികൾ പുറത്തിറങ്ങുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് പറയുന്നവർ അവർ പുറത്തിറങ്ങാൻ ആവശ്യമായ പഴുതുകൾ സ്വയം ഒരുക്കി കൊടുക്കുകയല്ലേ? ഈ അഴിമതി പരമ്പരകൾ അരങ്ങേറുമ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തെടുക്കുകയായിരുന്നു? ശബരിമലയിലെ ഓരോ തരി സ്വർണവും സംരക്ഷിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന സർക്കാർ അന്വേഷണത്തിന്റെ കാര്യത്തിൽ പുലർത്തുന്ന ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. തന്റെ കീഴിലുള്ള പോലീസ് സേനയും പ്രത്യേക അന്വേഷണ സംഘവും മാസങ്ങളായി ഇരുട്ടിൽ തപ്പുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? സ്വന്തം മന്ത്രിസഭയിലെ അംഗമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും പാർട്ടിയിലെ ഉന്നതർക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ടെന്ന സൂചനകൾ പുറത്തു വന്നിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അഴിമതിയോട് കൂട്ടില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ പിൻവാതിലൊരുക്കുകയാണോ? SIT അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുന്നതും പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ പാകത്തിൽ കുറ്റപത്രങ്ങൾ ദുർബലമാക്കുന്നതും ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെ തന്നെയല്ലേ? സംസ്ഥാന ഏജൻസികളെ ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് കേന്ദ്ര ഏജൻസിയായ ED തന്നെ ഈ കേസിൽ ഇടപെടുന്നത്. പിണറായി സർക്കാരിന്റെ കീഴിലുള്ള വിജിലൻസും പോലീസും പരാജയപ്പെട്ട ഇടത്താണ് ED ഇപ്പോൾ തെളിവുകൾ നിരത്തുന്നത്. ഇത് സർക്കാരിന് കിട്ടിയ കനത്ത പ്രഹരമാണ്. സ്വന്തം ഭരണത്തിന് കീഴിൽ ശബരിമലയിലെ ഭണ്ഡാരവും സ്വർണവും കവർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേതെങ്കിൽ ചരിത്രം അദ്ദേഹത്തിന് മാപ്പ് നൽകില്ല. അയ്യപ്പന്റെ ഭണ്ഡാരത്തിൽ കൈയിട്ട് വാരിയവർ ഒരു കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. നിയമത്തിന്റെ പഴുതുകളിലൂടെ നിങ്ങൾ ഇന്ന് രക്ഷപ്പെട്ടേക്കാം. രാഷ്ട്രീയ യജമാനന്മാർ നിങ്ങൾക്ക് ജാമ്യം ഒരുക്കിയേക്കാം. പക്ഷേ കോടിക്കണക്കിന് ഭക്തരുടെ ആത്മവിശ്വാസത്തെയും തകർത്തവർക്ക് കാലം കരുതി വെച്ച നീതി നടപ്പാക്കുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും ഇത്രകാലം മൂടിവെച്ച സത്യങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വരികയാണ്. സംസ്ഥാന ഏജൻസികൾ ഫയലുകൾ മടക്കി വെച്ചെടുത്തു നിന്നാണ് ED അന്വേഷണം തുടങ്ങുന്നത്. രാഷ്ട്രീയ മേലാളന്മാർക്കും ദേവസ്വം ബോർഡിലെ വമ്പൻ സാബുകൾക്കും ഇനി അധികകാലം ഒളിച്ചിരിക്കാൻ കഴിയില്ല. സ്വർണ്ണക്കൊള്ളയും നെയ് തട്ടിപ്പും കേവലം സാമ്പത്തിക ക്രമക്കേടുകളല്ല, അത് പുണ്യഭൂമിയായ ശബരിമലയുടെ വിശുദ്ധിക്ക് മേൽ ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവുകളാണ്. EDയുടെ ഈ നീക്കം കേവലം ഒരു തുടക്കം മാത്രമാണ്. തന്ത്രി മുതൽ മുൻ മന്ത്രി വരെ നീളുന്ന ഈ അഴിമതി ശൃംഖലയുടെ അന്ത്യം എവിടെയായിരിക്കും? ജയിലിനുള്ളിലോ അതോ പതിവ് പോലെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലോ? കേരളം ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.